കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഇപ്പം ഞാൻ 2016 മത്സരിച്ചപ്പോൾ എനിക്കെതിരെ മത്സരിച്ച പത്മജ വേണുഗോപാൽ കോൺഗ്രസ് നേതാവായിരുന്നില്ലേ? 2021 പരാജയപ്പെടുത്തിയ പത്മജ വേണുഗോപാൽ തന്നെയല്ലേ അവർ കോൺഗ്രസ് ആയില്ലേ? അല്ല BJP ആയില്ലേ? AK ആന്റണിയുടെ മകൻ BJPയിലേക്ക് പോയില്ലേ? അപ്പോൾ കോൺഗ്രസിൻ്റെ ഏത് നേതാവും എപ്പോൾ വേണമെങ്കിലും BJPയിലേക്ക് പോകാം എന്നുള്ളൊരു ചർച്ച മതേതര വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവുകയും കോൺഗ്രസിനോട് 2019 ഉണ്ടായിരുന്നൊരു സമീപനം എന്തായിരുന്നു? കോൺഗ്രസ് ഒറ്റകക്ഷിയായിട്ട് മാറും, ഒറ്റകക്ഷിയായി മാറുന്ന കോൺഗ്രസിന് മാക്സിമം സീറ്റ് കൊടുത്താലേ BJP ആണോ കോൺഗ്രസ് ആണോ ഒറ്റകക്ഷിയായി മാറുക എന്നൊരു ആശങ്ക അന്ന് ഇവിടുത്തെ മതേതര വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ കോൺഗ്രസ് ഒറ്റകക്ഷിയായിട്ട് മാറാൻ പോകുന്നില്ലല്ലോ. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPയും കോൺഗ്രസും തമ്മിൽ ഒറ്റകക്ഷിയാകുന്ന കാര്യത്തിൽ ഒരു മത്സരം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നത്തെ കാര്യം എന്താണ്? BJPയിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന നേതാക്കന്മാരെ കൊണ്ട് സമൃദ്ധമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള ഒരു വിശ്വാസമില്ലായ്മ ഇവിടുത്തെ മതേതര വിശ്വാസികൾക്കുണ്ടായിരിക്കുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ താഴെത്തട്ടിൽ ശക്തമായ ചർച്ച വളർന്നു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിൻ്റെ പിന്തുണ UDFനാണെന്നും പറഞ്ഞ ഒരു വ്യാജ വാർത്ത ഈ 24 മണിക്കൂറിൽ ചില മീഡിയകൾ പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ അത് പിൻവലിച്ചല്ലോ. ഇപ്പോൾ അവരുടെ ക്ലാരിഫിക്കേഷൻ വ്യക്തത വരുത്തിക്കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്ന് നിങ്ങൾ കണ്ടില്ലേ? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്താണ്? അപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെങ്കിലും നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന ഒരു വ്യഗ്രതയിലാണ് ഇത്തരം കഥകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇന്ന് രാത്രി ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇന്ന് രാത്രി BJP വൻതോതിൽ പണമിറക്കി തെരഞ്ഞെടുപ്പിൽ അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അവർ ജനങ്ങളുടെ പിന്തുണയല്ല, കോർപ്പറേറ്റുകളുടെയും പണത്തിൻ്റെയും പിന്തുണ കൊണ്ട് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇവിടുത്തെ BJP. ജനപിന്തുണ എന്ന് പറയുന്നത് ഇവിടെ പ്രൊപ്പഗൻഡ ഉണ്ടാക്കിയിട്ടുള്ള ജനപിന്തുണയാണ്. ആ ജനപിന്തുണ എന്താണെന്നുള്ളത് 4-ാം തീയതി നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടുത്തെ 7 അസംബ്ലി മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച ഒരു മണ്ഡലമാണ്. 98% ഗ്രാമപഞ്ചായത്തുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2022 വിജയിച്ച മണ്ഡലമാണ് ഈ മണ്ഡലം. ബ്ലോക്ക് പഞ്ചായത്തുകൾ മിക്കവാറും എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളും ഞങ്ങളുടെ കയ്യിലാണ്, ഇടതുപക്ഷം ജയിച്ച സീറ്റുകളാണ്. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ഒഴികെ എല്ലാ മുനിസിപ്പാലിറ്റികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുനിസിപ്പാലിറ്റികളാണ്. കോർപ്പറേഷൻ വേണമെങ്കിൽ പറയാം ഈക്വലായി നിൽക്കുന്നു എന്ന് വേണം പറയാം. പക്ഷേ സാങ്കേതികമായിട്ട് ചിലപ്പോൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞാലും ഞാനത് അവകാശപ്പെടാമെങ്കിൽ അങ്ങനെ പറയുന്നില്ല. പക്ഷേ സിംഹഭാഗം കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ തദ്ദേശ സ്ഥാപനങ്ങളും ഇടതുപക്ഷ മുന്നണിയുടെ കയ്യിലിരിക്കുന്നു. 2019 ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വ്യക്തമായിട്ടുള്ള മുൻകൈ ഞങ്ങൾക്കൂടെ കിട്ടിയിരിക്കുന്നു. മറ്റെല്ലാ തരത്തിലും ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു വികാരം ഇല്ല എന്ന് മാത്രമല്ല, തൃശ്ശൂർ മണ്ഡലത്തിൽ വാസ്തവത്തിൽ താഴെത്തട്ടിലേക്ക് നിങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും എനിക്കറിയില്ല. താഴെത്തട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു തരംഗം സൃഷ്ടിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് നല്ല ഒരു മാർജിനോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ അവസാന നിമിഷത്തിൽ ഇത്രയും കാര്യം പറയാൻ വേണ്ടി ഞാനൊരു പത്രസമ്മേളനം അല്ലെങ്കിൽ നിങ്ങളെ പത്രക്കാരെ വിളിച്ചു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിക്കാം. അല്ല, ഇത് ഇവിടെ BJP കുറേ കാലങ്ങളായിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകളെയും അതുപോലെ തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ കമ്പനികളെയും വാടകയ്ക്കെടുത്ത് അതുപോലെ വോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും തയ്യാറാക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളെപ്പോഴും ഒരു പൊളിറ്റിക്സിൽ ഉണ്ടാവേണ്ട, രാഷ്ട്രീയത്തിൽ ഉണ്ടാവേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ അവിടെ കാണിക്കേണ്ടതായിട്ടുള്ള ചില മര്യാദകളുണ്ട്. അതൊന്നും ഇവിടെ കാണിക്കാൻ BJP തയ്യാറായിട്ടില്ല, സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെ മലീമസമാക്കുന്ന പലതും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പൂങ്കുന്നത്തെ 83-ാം നമ്പർ ബൂത്തിൽ 268 അന്യ സംസ്ഥാന തൊഴിലാളികളെ അവിടുത്തെ ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിൽ നമ്പറും ഒക്കെ എടുത്ത്
അവിടെ ഒരു ബൂത്തിൽ മാത്രം ചേർത്തിരിക്കുകയാണ്. ഞങ്ങൾ അതിനെതിരെ പരാതി കൊടുക്കുകയും അത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പോൾ അത് ഞങ്ങൾ ചലഞ്ച് ചെയ്യാൻ പോവാണ്. അത് ഞങ്ങളിപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബൂത്ത് ഏജന്റുമാർ അത് ഞങ്ങൾ ചലഞ്ച് ചെയ്യും. കാരണം അത് പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ എത്ര വോട്ടുകളുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ കണക്കുകൾ പലതും പറയുന്നുണ്ട്. ഏതായാലും ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാണ്. അപ്പം അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ BJPയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. BJP ആണ് പണം കൊടുത്ത് ആളുകളെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മണ്ഡലത്തിൻ്റെ പല പ്രദേശങ്ങളിലും അവർ വ്യാപകമായി, പ്രത്യേകിച്ച് സാധാരണക്കാരെയും പാവപ്പെട്ടവരുടെയും ഇൻ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവർക്ക് പണം കൊടുത്താൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള തെറ്റിദ്ധാരണയിൽ അവരെ അപമാനിക്കുന്ന സമീപനമാണ് ഇത്തരം പ്രവർത്തനത്തിലൂടെ BJP ചെയ്യുന്നത്. ഒരുപക്ഷെ മറ്റ് സ്റ്റേറ്റുകളൊക്കെ നടക്കുന്നുണ്ടാകാം. കേരളത്തിൽ ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ വീട് വീടാന്തരം കയറി ഇറങ്ങി വോട്ടർമാർക്ക് പണം കൊടുക്കുന്നൊരു പ്രവണത അത്യപൂർവമായിട്ട് പോലും ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ പുറത്തു വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കാശ് വാങ്ങി വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ കാര്യമായി കണക്കാക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം, പ്രത്യേകിച്ച് നമ്മുടെ തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടുള്ള പ്രതിഷേധം കൂടി ഞാനിവിടെ അറിയിക്കുക. ശരിയായിട്ടുള്ള കാര്യമല്ലത്.